ഫാമിലി ഇന്ന് ഭയങ്കര വ്യത്യാസമുള്ളൊരു ദിവസമാണ്. കാരണം ഞാൻ അങ്ങനെ വളരെ അധികം ചെയ്യാത്തൊരു വലിയ ടാസ്ക് ഏറ്റെടുത്തേക്കാണ്. നമ്മുടെ പാപ്പുവിനെ സ്കൂളിൽ വിടുക, അവളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുക എന്നുള്ള പരിപാടിയിലാണ് നിൽക്കുന്ന ആള്. ഷീസ് ഓൾമോസ്റ്റ് റെഡി. അപ്പം എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഫുഡ് പരമായ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വലിയ ടാസ്ക് എന്നൊരു അമ്മ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ്. അതായത് ഇടയ്ക്ക് ഇവൾക്കൊരു ചേഞ്ച് ഓഫ് മൂഡ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ വർക്ക് സ്പേസിൽ പോയി നിൽക്കും, അല്ലെങ്കിൽ ചേച്ചിയുടെ വർക്ക് സ്പേസിൽ പോയി നിൽക്കും. ഓൾസോ അവർക്ക് ചില സമയത്തൊരു അലർജി വരും. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മളിവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ ഇന്നലെ പറഞ്ഞു ഞാൻ വന്നില്ല, അമ്മ പറഞ്ഞു ഞാൻ വന്നില്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ടാസ്ക് ഫുള്ള് നിൽക്കുന്ന ആ ടാസ്ക് ഫുള്ള് എൻ്റെ കൊച്ചു ടാസ്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് ലെറ്റ്സ് സീ വാട്ട് ഐ പാക്ക് ഫോർ ലഞ്ച് അല്ലേ, അതന്നെ ലഞ്ച് ഫോർ പാപ്പു. ആൻഡ് അതത്ര ഭയങ്കര എന്താണ് എല്ലാം ബാലൻസ്ഡ് ആയിട്ടാണോ ഈ വട്ടം ചെയ്തേക്കണമെന്ന് വെച്ചാൽ അറിയില്ല. ബിക്കോസ് ഇത് അബ്രാപ്റ്റ്ലി ഇന്നലെ രാത്രി പറഞ്ഞ പ്ലാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്യാം. പക്ഷെ പറ്റുന്നിടത്തോളം ഇച്ചിരിയെങ്കിലുമൊക്കെ അൺഹെൽത്തിനെ കൂടി ഇച്ചിരിയെങ്കിലുമൊക്കെ ഹെൽത്തി ആക്കാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ let me pack lunch for Papu and send her to school. And by the way, സമയമാണ് മെയിൻ കാര്യം. 5:30 മണിയാണ്. 5:30 കഴിഞ്ഞിപ്പോൾ 6 മണിയാവാറായി. ഞാൻ എനിക്കത് 5:30ക്കാണ്. So let's begin. യെസ് ഗൈസ്, അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പാപ്പുവിന് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള ലഞ്ച് കൊടുക്കലാണ്. അതിന് പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്ര വലിയ കഥ പറയേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എനിക്ക് ഓൾറെഡി എല്ലാം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കട്ടിയുള്ളൊരു ഗോവ ആദ്യമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. തേങ്ങ കൂട്ടുള്ളൊരു പേരൊക്കെയായിരുന്നു. പക്ഷേ സാധനം കടിക്കാനും ഒക്കെ എന്തായിരുന്നു. അപ്പോൾ ഞാൻ പല്ല് വെച്ച് ചുരണ്ടിയാണ് തിന്നത്. പിന്നെ സ്ലൈറ്റ്ലി ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സൈഡിൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയ ബ്രെഡ്. അപ്പം ഇതിനകത്ത് 3 ബട്ടർ ടോസ്റ്റഡ് ബ്രെഡ്സ്, പിന്നെ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ അതിനകത്ത് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ നോക്കുമ്പോഴാണ് അവിടെ മറ്റേ ആൽമണ്ട് ഇരിക്കുന്നത്. ആൽമണ്ട് എന്ന് പറയുന്നത് മറ്റേ വിത്ത് തോടോട് കൂടിയുള്ള ആൽമണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും കുറച്ച് വെച്ചു. എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ നോക്കിയപ്പോൾ അവിടെ ചോക്ലേറ്റ് ആൻഡ് കോഫി ഫ്ലേവർ കോട്ടഡ് ആയിട്ടുള്ള ആൽമണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുത്തു. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ്, പഴം, എന്താ പറയുക, ആപ്പിൾ, ഗോവ, ആൽമണ്ട്സ് ആൻഡ് സം ജാം. കാരണം പാപ്പു എപ്പോഴും പറയാറുണ്ട് ബ്രെഡ് കൊടുത്തു വിടുമ്പം സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും അത് സോഗിയായി പോകാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവളെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ സ്വന്തം തന്നെ ആയിട്ട് അവളെ എണീക്കും. 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് കിടന്നു കഴിഞ്ഞാലും സ്വന്തമായിട്ട് എണീക്കാൻ ഞാൻ ആലോചിക്കുന്നു ഞാനൊക്കെ എന്തൊരു അലമ്പ് കൊച്ചായിരുന്നു എന്നുള്ളത്. 7th ഇപ്പോൾ പാപ്പ പഠിക്കണം. എൻ്റെയൊക്കെ 7th സ്റ്റാൻഡേർഡിൽ എൻ്റെ അമ്മ നമ്മൾ പറയില്ലേ വട്ടക്കുട്ടയിൽ വെള്ളം കോരിയിട്ടുണ്ടെന്ന് പറയില്ലേ, അതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പാപ്പ തങ്കക്കുഞ്ഞാണ്. ആൻഡ് ഇത് കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആലോചിക്കും അമൃതേച്ചി എവിടെയാണ്. അമൃതേച്ചി ചെന്നൈയിൽ ഒരു ഷോന് വേണ്ടി പോയേക്കാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ ഇരിക്കാൻ നേരം പാപ്പുവിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു അലർജി വരും. അപ്പോൾ അങ്ങനെ അലർജി വരുമ്പോൾ അവൾ ആകെ ക്രാങ്കി ആകുമ്പോൾ നമുക്ക് അപ്പോണ്ടയുടെ മറ്റേ സ്ഥലത്തേക്ക് പോകാം, അല്ലെങ്കിൽ മമ്മയുടെ മറ്റേ സ്ഥലത്തേക്ക് പോകാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാം. മറ്റേ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസ് സ്പേസ് ആട്ടോ. ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 സ്ഥലങ്ങളും. അപ്പോൾ അങ്ങനത്തെ ഇതിനകത്തേക്ക് വരും. അങ്ങനെ വന്നതാണിത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മെയിൻ ഒരു സീൻ കിട്ടി. ചീപ്പ് കാണുന്നില്ല, കോമ്പ് കാണുന്നില്ല. ചീപ്പ് കിട്ടിയില്ല, പപ്പനെ ഇങ്ങനെ വിടാൻ പോവാ. എന്താ ചെയ്യാ, ഇതൊക്കെയാണ് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവാറമ്മേ. ചീപ്പ് ചിലപ്പോൾ കാണില്ല. ചേച്ചി ഒരു പ്രോഗ്രാമിന് പോയേക്കാണ് ചെന്നൈ. അപ്പോൾ എല്ലാം ഓൺ പ്ലേസിലല്ല, എത്ര നേരത്തെ ആയതുകൊണ്ട് വിളിക്കാനും പറ്റില്ല. പെട്ടേ വാപ്പോനെ എന്നെങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിൽ വിടാൻ പോണേ. എന്തായാലും ചേട്ടേട്ടാ വ്ളോഗ് ചെയ്തിരുന്ന് ഞാൻ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ എന്തായാലും തപ്പിക്കാൻ പിടിക്കട്ടെ. മീൻ വരിറ്റാറ്റ. കോമ്പ് കാണാണ്ടായപ്പോഴത്തേക്കും ഞാൻ സൈ ആയി. അതായത് എനിക്ക് കോമ്പ് കാണുന്നില്ല. അതുപോലെ അമൃതേശ്വരി അവിടെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ചേച്ചിയുടെ ടേബിളിൻ്റെ മുകളിൽ മറ്റേ മാറ്റൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു സാധനത്തിൽ കിട്ടാണ്ടായപ്പോഴത്തേക്കും ഞാൻ ആകെ വിഷമിച്ചു പോയി. അപ്പോൾ കൊച്ചിന് കോമ്പില്ലാതെ എങ്ങനെ ഇത് ചെയ്യുന്നുള്ളതായിരുന്നു. പിന്നെ ഇവളുടെ ഇന്നലെ ഞാൻ നിങ്ങളുടെ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും തല കഴുകുന്നത് പണ്ട് കാലം പറയുന്നതാണ് അങ്ങനെ ചെയ്യാമെന്നുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഒട്ടും മുടിക്കാൻ നല്ലതല്ല. അപ്പം കോമ്പില്ലാതെ എൻ്റെ കൈ വെച്ച്
കോന്തി ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് വർക്കൗട്ടായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഇടയിൽ കോമ്പ് കാണാണ്ടായപ്പോഴത്തേക്കും എൻ്റെ പ്ലാനൊക്കെ ചെറുതായിട്ടൊന്ന് പാളി. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാല് തിളപ്പിച്ച് കൊടുക്കണം ഒരു ഗ്ലാസ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഫുഡ് വെച്ചിന് ചപ്പാത്തിയും പീസ് കറിയും ഉണ്ടായിരുന്നതാണത് ഹീറ്റ് ചെയ്ത് കൊടുത്തു. ആൻഡ് ചൂടുവെള്ളം എടുത്ത് ടേബിൾ വയ്ക്കാൻ മറന്നു. എല്ലാം കൂടെ ആകെ മൊത്തം പാളി ഞാൻ കിളിപോയായിരുന്നു. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളാൽ വന്ന് എല്ലാം കൂടെ അലൈനായി. ചൂടുവെള്ളത്തിൽ അവളുടെ വാട്ടർ ബോട്ടിൽ കഴുകി നന്നായിട്ട് ഷെക്കിറ്റ് ചെയ്ത് കഴുകി വെള്ളം വെച്ചു. കൊച്ചിന് കുടിക്കാനും വെള്ളം കൊടുത്തു. ആൻഡ് നമ്മുടെ പാല് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കോമ്പില്ലാത്ത വിഷമത്തിൽ ഞാൻ അറിഞ്ഞില്ല, പാല് ഇതായി പോയായിരുന്നു, ഇങ്ങനെ പൊന്തിയങ്ങ് പോയായിരുന്നു. ബട്ട് വാട്ട് എവർ, ഒന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞിട്ട് കൊച്ചിന് പാലിൻ്റെ ഇടയിൽ ഓടി ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാനൊരു സ്പൂൺ ഓഫ് ഹെർഷേസ് ഇട്ട് കൊടുത്തു, സ്ട്രോബെറി ഫ്ലേവർ. എക്സ്ട്രാ മധുരം വേറെ ആഡ് ചെയ്തില്ല. അപ്പം ഹെൽത്തി ആയിട്ടാണോ ഇതൊക്കെ ചെയ്തിരിക്കണേന്ന് വെച്ചാൽ നോ, ഐ വുഡൻ സേ സൂപ്പർ ഹെൽത്തി ആയിട്ടാണ്. പക്ഷേ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഭസ്മവും തൊട്ട് കൊച്ചിനെ റെഡിയാക്കി. ഓൾ സെറ്റ്. വലിയതാണ് കണ്ണടച്ച്. അവിടെ ഭസ്മൊക്കെ തൊട്ട് വേറെ കുട്ടികൾ വരാറുണ്ടോ? ചെല്ല കുട്ടികളല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ സ്കൂളിൽ അമ്മ വിടാൻ വേണ്ടി കഷ്ടപ്പെടേണ്ട പോലെ പാപ്പ ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തിക്കാറില്ല കേട്ടോ. ഷീ ഈസ് എ സ്വീറ്റ് ഹാർട്ട്. അപ്പോൾ പിങ്ക് പാലൊക്കെ കണ്ട അതിനകത്ത് ഇഷ്ടം വന്ന് കൊച്ചത് നൈസായിട്ട് കുടിച്ചു. പക്ഷേ ഇച്ചിരി ചൂട് കൂടുതലായിരുന്നു, അപ്പോൾ ചൂടൊക്കെ ആറ്റി കൊടുക്കേണ്ടി വന്നു. ഷീ റിയലി ലൈക്ക് ദ ടേസ്റ്റ് ദോ, അതുകൊണ്ട് എളുപ്പമായി. ഒരു ചായടിക്കാരൻ്റെ മൂഡിൽ ഞാൻ പാലൊക്കെ ആറ്റി കൊടുത്തു. കൊച്ചിൻ്റെ വർക്കായി ആ ചൂട്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ സ്കൂളോ പാക്ക് ചലഞ്ച് വിത്ത് മീ എന്തൊക്കെയാണോ അതൊക്കെ ജസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ബസ് വരാറായപ്പോൾ ഞങ്ങൾ ഓടി താഴത്തേക്ക് പോട്ടെ. ബാഗം പിടിക്കും, കുഞ്ഞു ബാഗ് വേഗം പിടിച്ചു. ഞങ്ങൾ ഓൺ ടൈം ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഓൺ ടൈം ആണോ താഴെ എത്തുമ്പോൾ ശരിക്കും ഓൺ ടൈം ആണോ താഴെ എത്തുമ്പോൾ അറിയാം. കൊച്ചിന് മോർണിംഗ് കോൾഡ് ഉണ്ട്. ഞങ്ങൾ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തു. അത്ര അങ്ങോട്ട് സെറ്റ് ആയില്ല, എന്നാലും ഏകദേശം ഞങ്ങൾ സെറ്റാക്കി വിട്ടു. കണ്ടടാ, ചെറുതായിട്ട് മറ്റേ വെനസ്ഡേനെ പോലെ ഉണ്ടല്ലോ അങ്ങനെ നിൽക്കുമ്പോ. അവിടെ ബസ് വന്നിട്ടുള്ള കഥ പറഞ്ഞേക്ക് ഓടി. സോ ആ ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഓൺ ടൈം ആണെന്ന് വിചാരിച്ചിട്ട് ചെന്നപ്പോഴത്തേക്കും ഞങ്ങളെക്കാളും ഓൺ ടൈമായിട്ട് ബസ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അവർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് 6:30 in the morning. ഫ്രഷ് വൈബ് ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഉറങ്ങണമെന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം ഇതായിട്ട് പറയുന്നത്. ആക്ച്വലി അമ്മയും ചേച്ചിയൊക്കെ ഞാൻ ഈ കിടന്ന് കാണിച്ച വെപ്രാളമൊന്നുമില്ല, അത് പുട്ടുപോലെ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ചേച്ചി ഇന്നും ഇങ്ങനെ അധികം വ്ലോഗ് ചെയ്യാത്തതുകൊണ്ടാണ് ചേച്ചിയുടെയൊക്കെ ഈ പരിപാടി കാണാത്തത്. അമ്മയൊക്കെ പാക്ക് ചെയ്യുന്ന ലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി, വെരി ന്യൂട്രീഷ്യസ് ഒക്കെ ആയിട്ടാണ്. ഇതിപ്പം സത്യം പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് ലഞ്ചായിരുന്നു കൊച്ചിന് കൊടുത്തത്. ബ്രെഡ് തന്നെ അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു പരിപാടിയൊന്നും അല്ല. അപ്പോൾ എന്നെക്കൊണ്ട് പെട്ടെന്ന് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്തതാണ്. അതിൻ്റെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നമ്മളത് ഹെൽത്തി ആക്കി സെറ്റ് ചെയ്തത്. അല്ലാതെ അതൊരു ഭീകര ഹെൽത്തി പരിപാടി അല്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആ കാര്യത്തിൽ ആരും ദയവേത് എന്നെ ചീത്ത വിളിക്കരുത്. ആൻഡ് നന്മ കാണിച്ചതല്ല കേട്ടോ, പെട്ടെന്ന് രാവിലെ അങ്ങ് ഒരു വൈബ് തോന്നിയപ്പോഴത്തേക്കും അങ്ങ് ഷൂട്ട് ചെയ്തതാണ്. ബിക്കോസ് നമ്മൾ നേരത്തേക്ക് എനിക്കും ഒരു പ്രത്യേകതരം എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്ന് പറയാറില്ലേ, ആ ഒരു പ്രത്യേകതരം എനർജിയിൽ നിന്നുണ്ടായൊരു വീഡിയോ ആണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനിയാണ് ഇതിൻ്റെ ടഫസ്റ്റ് പാർട്ട്. കണ്ടോ, അവിടെ പാലൊക്കെ ഇതായിരുന്നു, പുറത്തേക്കൊക്കെ ഇങ്ങനെയൊക്കെ പോയായിരുന്നു. അപ്പം അതൊക്കെ വൃത്തിയാക്കണം. പിന്നെ ഞാൻ അവിടെ വൃത്തിയാക്കി അലങ്കോലപ്പെടുത്തിയിട്ടുള്ള കുറേ ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കണം. കുറേ വൃത്തിയാക്കാനുണ്ട് ഇനി. ഒരു ചെറിയ ലഞ്ച് പാക്ക് ചെയ്യാൻ എന്നെ പോലത്തേക്ക് ഒരാളൊക്കെ ഇതേതാ നമ്മൾ പറയില്ലേ, ആനനെ കരിമ്പൻകാട്ടിൽ കയറ്റിയ കൂട്ടിരിക്കും, ഏകദേശം അതുപോലെയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണപ്പോൾ അവസ്ഥ. അപ്പോൾ എന്തായാലും മനസ്സിലായല്ലോ എൻ്റെ ആ ഒരു കഴിവ് ഞാൻ അവിടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ട് CID മൂസ പറയുന്ന പോലെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്തെല്ലാം കഴുകി വയ്ക്കുമെന്ന് പറയാറില്ലേ,
അതുപോലെ ഞാൻ തന്നെ ഇനി എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റ് ചെയ്യട്ടെ. പറ്റാണ് ഞാൻ ഒന്നും കൂടെ കിടന്നുറങ്ങാൻ നോക്കും. പക്ഷെ എനിക്ക് നേരത്തെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നേരത്തെ എന്നല്ല, എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങൽ എനിക്ക് പ്രാക്ടിക്കലല്ല. പക്ഷെ ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് ശ്രമിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം. ഐ വിഷ് യു ഓൾ ആൻഡ് ആസ് ഐ ഓൾവേസ് സേ, സ്നേഹം മാത്രം. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ബെൽ ബട്ടനൊക്കെ ചെയ്യണം. അത്ര ആക്റ്റീവ് എപ്പോഴും അല്ലെങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. താങ്ക്സ് എ ലോട്ട്. ലോട്ട്സ് ലവ്. ആമി.